അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഇവൻ ക്ഷമയൊക്കെ മാറിയെന്നാണ് നാട്ടുകാർ പറഞ്ഞെങ്കിലും എനിക്ക് വിശ്വാസമില്ല. കാരണം കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ, ഇപ്പോൾ 4 പിള്ളേരായി. ആ കാര്യത്തിൽ ഒരു ക്ഷമ അവൻ കാണിച്ചില്ല. കഴിഞ്ഞ ആഴ്ച സ്വന്തം ഭാര്യനെ ഉപേക്ഷിച്ച് നാട്ടിലെ 90 വയസ്സുള്ള ഒരു പഴയ അമ്മൂമ്മയോടൊപ്പം അവൻ ഒളിച്ചോടി. നമ്പർ 18 ഹോട്ടൽ എനിബഡി ക്യാൻ സ്റ്റാൻഡ് അപ്പ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്പർ 18 ഹോട്ടൽ ഫോർട്ട് കൊച്ചി, കേരള. ഹലോ, ഹായ്, നമസ്കാരം. എൻ്റെ പേര് മെൽബിൻ മാനുവൽ ഫ്രം കൊച്ചി. നമ്മുടെ ഏറ്റവും വലിയ ജീവിതത്തിലെ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും. അതുപോലെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പക്ഷെ എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അലുവ മത്തിക്കറിയും പോലെയാണ്. ഇവന്മാർ തമ്മിലൊരു ബന്ധമില്ലാത്ത സ്വഭാവമാണ്. എല്ലാവരും പല പല സ്വഭാവക്കാണ് എൻ്റെ കൂട്ടുകാർ. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ അടുത്ത സുഹൃത്ത് പ്രസന്നൻ. ഈ പ്രസന്നൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രസന്നന് എന്ത് പറയുമ്പോഴും ഭയങ്കര അതിശയമാണ്. വെറുതെ ഒരു കാര്യമില്ല. ഇപ്പോൾ ജസ്റ്റ് ഒരാൾ പരിചയപ്പെടണമെങ്കിൽ ഇപ്പോൾ ഹലോ, എൻ്റെ പേര് മെൽബിൻ. ആണോ, എന്താ അല്ലേ, നാളെ സൂര്യൻ ഉദിക്കണ കിഴക്കാന്ന് പറഞ്ഞാലും ആണോ, ദൈവമേ. അപ്പോൾ ഇതുപോലെ തന്നെ ഇവൻ്റെ ഒരു ദിവസം ഇവൻ്റെ റോട്ടിൽ കൂടി ഇവൻ്റെ അപ്പം നടന്നു പോണേ. ഞാൻ നിൻ്റെ അപ്പനല്ല അപ്പമാണ്. ആണോ, അയ്യോ. നമുക്ക് എന്ത് കാര്യത്തിനും ആദ്യം വേണ്ട ക്ഷമയാണ്. ക്ഷമയെന്ന സാധനത്തിൽ നമ്മൾ എപ്പോഴും വിജയിക്കുള്ളൂ. ഒരു കാര്യത്തിനും ക്ഷമയില്ലാത്തൊരു കൂട്ടുകാരനുണ്ട് എനിക്ക്. അവൻ്റെ പേരാണെങ്കിൽ ശാന്തകുമാർ. സാധാരണ നമ്മൾ കുട്ടികൾ ജനിക്കുന്ന 10 മാസം ശേഷമാണ്. ഇവൻ 8-ാം മാസം ജനിച്ച്. കാരണം 10 മാസം നമ്മുടെ വയറ്റിൽ കിടക്കാൻ ക്ഷമ അവനില്ലായിരുന്നു. അപ്പോൾ ഇവൻ ഈ പഠിത്തം കഴിഞ്ഞ് പണിക്ക് വിട്ടിട്ടും ഇവനാരും പണിക്ക് കിട്ടുന്നില്ല. കാരണം ഇവൻ ഈ ക്ഷമയില്ലാത്തതുകൊണ്ട് വെപ്രാളം പിടിച്ച് എല്ലാം നശിപ്പിച്ച് കളയും. അവസാനം ഇവൻ്റെ അപ്പൻ ഇവന് ക്ഷമ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അപ്പൻ ഒരു പണി ചെയ്ത് ഒരു ചൂണ്ട ഇവൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞ്, നീ ഫോട്ടോ വെച്ച് കടപ്പുറത്ത് കടലിൽ പോയി ചൂണ്ടിടും. വൈകുന്നേരം കറിക്കുള്ള മീനുമായിട്ട് വരാൻ പാടില്ല, അല്ലാണ്ട് വരണ്ട. നമുക്കറിയാം ചൂണ്ടയിൽ ഭയങ്കര ക്ഷമയുള്ള പരിപാടിയല്ല. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് മനസ്സിലായി ഇവൻ പോയാലും ഇവനെ ഒന്നും കൊണ്ടുവരാതെ തിരിച്ചു വരുന്നു. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് വൈകുന്നേരം ആയപ്പോൾ ശാന്തകുമാർ ഒരു കവർ നിറച്ച് മീനുമായിട്ട് വന്നേക്കണേ. ഞാൻ ഓർത്ത് ദൈവമേ. പപ്പൻ പറഞ്ഞു, സന്തോഷം അപ്പനി, ഓ എൻ്റെ മകൻ നന്നായിട്ടാ. അപ്പാ എന്നാ മീൻ, ഞാൻ ചൂണ്ടിട്ട് പിടിച്ച് മീൻ കൊണ്ടേ കറി വെക്കുന്നു. അപ്പനീ കവറങ്ങോട്ട് തുറന്നു പോയപ്പോൾ അപ്പാൻ്റെ മുഖം മാറി. വേറെ നല്ല അപ്പം പറഞ്ഞു, എടാ പലരും ചൂണ്ടിട്ട് മീൻ പിടിക്കാനുണ്ട്, എന്നാലും ഈ ഇത്രച്ചോളം നത്തോലി, അത് 500 നത്തോലി ചൂണ്ടിട്ട് പിടിക്കുന്ന ആദ്യമായിട്ട് കാണുന്നു. ഒരു പെണ്ണ് കെട്ടിച്ച് കഴിഞ്ഞാൽ ഇവൻ ചിലപ്പോൾ നന്നാകും. അങ്ങനെ ഇവൻ പോയിട്ടൊരു പെണ്ണ് കണ്ട് ഇവന് പെണ്ണിനെ ഇഷ്ടമായി. കല്യാണം ഉറപ്പിച്ചു. പെണ്ണിൻ്റെ വീട്ടുകാരോട് ഡിമാൻഡ് പറഞ്ഞ് ഒരു 6 മാസത്തെ ഗ്യാപ്പ് വേണം, കാരണം പെണ്ണിൻ്റെ പഠിപ്പൊക്കെ തീരണം. 2 മാസം കഴിഞ്ഞപ്പോൾ ശാന്തകുമാറിൻ്റെ ക്ഷമ കെട്ട്. ശാന്തകുമാർ കല്യാണം ഉറപ്പിച്ച പെണ്ണിനെ കൊണ്ട് ഒളിച്ചോടി പോയി രജിസ്റ്റർ മാരേജ് ചെയ്തു. അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഇവൻ ക്ഷമയൊക്കെ മാറിയെന്നാണ് നാട്ടുകാർ പറഞ്ഞെങ്കിലും എനിക്ക് വിശ്വാസമില്ല. കാരണം കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ, ഇപ്പോൾ 4 പിള്ളേരായി. ആ കാര്യത്തിൽ ഒരു ക്ഷമ അവൻ കാണിച്ചില്ല. എൻ്റെ ഒരു കൂട്ടുണ്ട് ഉന്മേഷ് എന്ന് പറഞ്ഞാൽ ഇവനെ ഞങ്ങൾക്ക് വിളിക്കണ ഊഹേഷ് എന്നാണ്. ഇവരുടെ പ്രത്യേകത വെച്ചാൽ എന്തെങ്കിലും സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സിനിമയുടെ പോസ്റ്ററും അതിൻ്റെ പേരും നോക്കിയിട്ട് സിനിമയുടെ കഥ അവൻ ഊഹിച്ച് പറയും. ഓപ്പറേഷൻ ജാവ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ അവൻ പറഞ്ഞ് അതിൻ്റെ കഥ എനിക്ക് ഊഹിച്ചെടുക്കാന്നേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ജാവ എന്ന പെൺകുട്ടിയുടെ ഓപ്പറേഷന് വേണ്ടി കഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ കഥയാണ് ഓപ്പറേഷൻ ജാവ. അത് ദൃശ്യം സിനിമ ഇറങ്ങിയപ്പോൾ ഇവനപ്പോൾ ദൃശ്യത്തിൻ്റെ പോസ്റ്ററും നോക്കി, പേര് നോക്കിയിട്ട് പിടിയിട്ടില്ല. പോസ്റ്റർ നോക്കിയപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ ഒരു ചെടിയുടെ ഇടയിൽ ഇങ്ങനെ മുഖം നോക്കുന്ന പോസ്റ്ററല്ല, അതാണ് പറഞ്ഞു കഥ പിടിയിട്ടടാ. ഈ ലാലേട്ടൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഈ കുളക്കടവിൽ ഒളിഞ്ഞിട്ട് നോക്കുന്ന സ്വഭാവക്കാരനാണ്. അപ്പോൾ അവിടെ കാണുന്ന ദൃശ്യങ്ങളാണ് ഈ സിനിമയുടെ കഥ. ആ ഇടക്കാണ് നമ്മുടെ ഏതോ ഒരു സിനിമയുടെ ലാലേട്ടൻ്റെ വേറൊരു പടത്തിൻ്റെ റിവ്യൂ പറഞ്ഞിട്ട് ഫേമസ് ആയി. നായകൻ ആറാടുകയാണ്, നായിക അഴിഞ്ഞാടുകയാണ്, അങ്ങനെ പറഞ്ഞ് ഫേമസ് ആയി. ഇത് കണ്ടപ്പോൾ ഇവനോർത്ത് എന്നാൽ എനിക്കൊന്ന് ഫേമസ് ആകണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാലും പടം കാണാൻ കഴിയില്ല അവന്. പടം കാണാനൊന്നും വേനയില്ലാതെ ഇവൻ നേരെ ഒരു തിരക്കുള്ള തിയേറ്റർ മുമ്പിലേക്ക് പോയി. പടം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങുന്ന സമയത്ത് ഇവൻ അങ്ങോട്ട് ഓടിച്ചെന്ന്. ഒരു അബദ്ധം പറ്റിയ സിനിമയുടെ പോസ്റ്റർ ശ്രദ്ധിച്ചില്ല. ഇവൻ നേരെ എന്നിട്ട് റിവ്യൂ ടീമിൻ്റെ അടുത്ത് പറഞ്ഞു, അടിപൊളി പടം, ഞാൻ എൻജോയ് ചെയ്തേണ്ട പടമാണ്. കാരണം ഈ പടം എൻ്റെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പടമാണ്, എൻ്റെ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കഥയാണെന്ന്. അത് സംഭവം ലൈവായിരുന്നു. പിറ്റേ ദിവസം ഇവൻ്റെ ഭാര്യ ഇവൻ ഇട്ടിട്ട് പോയി. കാരണം അതൊരു ഏപ്പടം കളിക്കുന്ന തിയേറ്ററായിരുന്നു. പടത്തിൻ്റെ പേര് എൻ്റെ രാത്രി സഞ്ചാരങ്ങൾ. നമ്മുടെ നാട്ടിലിപ്പോൾ ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം സംഭവിക്കുന്ന സംഭവമാണ് ഇപ്പോൾ കല്യാണ ബ്രോക്കർ. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ കല്യാണ ബ്രോക്കറായിരുന്നു. പക്ഷേ ഈ മാട്രിമോണി സൈറ്റുകൾ വന്നപ്പോൾ ഇവൻ്റെ വയറ്റത്തടിച്ച് ഇവന് വർക്ക് കിട്ടാണ്ടായി. അപ്പോൾ ഇവന് ദിവസം പറഞ്ഞാൽ ഞാൻ ഈ ബ്രോക്കർ പണി നിർത്തിയിട്ടേ ഞാനും ഒരു മാട്രിമോണി സൈറ്റ് തുടങ്ങാൻ പോണേ. ഞാൻ ഇവിടെ മാട്രിമോണി സൈറ്റൊക്കെ ഇപ്പോൾ ഒരുപാടുണ്ട്, നീ അത് ഇറക്കാം ഇല്ല, ഞാൻ നല്ല പ്രൊമോഷൻ കൊടുക്കും, ഒരുപാട് യുവാക്കളും യുവതികളും നമ്മുടെ അടുത്ത് വരും. ഞാൻ പറഞ്ഞു എന്താണ് എൻ്റെ, ഞാൻ നല്ലൊരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ മനസ്സിലുള്ള പോസ്റ്റർ ഇതാണ്, നിങ്ങളൊരു ഇണയെ ആഗ്രഹിക്കുന്നുണ്ടോ, ഇണകളെ കൂട്ടിച്ചേർക്കുവാൻ കൂട്ടിക്കെട്ട് മാട്രിമോണി. അപ്പോൾ ഇവന് പോസ്റ്റർ ഒന്നും അടിക്കാറാകുമ്പോൾ ഇവൻ്റെ പെങ്ങളുടെ മോനുണ്ട്, അവൻ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചു, അവനെ ഏൽപ്പിച്ച്. സംഭവം ചെക്കൻ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. അവൻ പോസ്റ്റർ അടിച്ചു തന്നപ്പോൾ ഇങ്ങനെ, നിങ്ങൾ ഇണചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ബന്ധപ്പെടുക, കൂട്ടിക്കൊടുപ്പ് മാട്രിമോണി.
നമുക്കെല്ലാവർക്കും നൊസ്റ്റാൾജിയ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നൊസ്റ്റാൾജിയ തലക്ക് പിടിച്ച് ഭ്രാന്തായപ്പോൾ കൂട്ടാൻ എനിക്കുണ്ട്. അവൻ്റെ വീട്ടിൽ ചെന്നാൽ കംപ്ലീറ്റ് പഴയ സാധനങ്ങൾ കാണാം. പഴയ കോയിനുകൾ, പഴയ സ്റ്റാമ്പുകൾ, പഴയ പാത്രങ്ങൾ, പഴയ ഷഡ്ഡികൾ, അങ്ങനെ പല സാധനങ്ങൾ നമുക്ക് കാണാം. ഇതുകൊണ്ട് തന്നെ ഇവൻ്റെ ജീവിത രീതി, ഇവൻ്റെ മാർഗ്ഗങ്ങൾ ഭക്ഷണത്തിലും പഴമയുണ്ട്. പഴംപൊരി, പഴങ്കഞ്ഞി, പഴഞ്ചോറ്. ഇതെന്തിനും ഇവൻ്റെ ഭാര്യ തന്നെ ഇടയ്ക്ക് പറയാറുണ്ട് ഇവൻ ആളൊരു പഴമാണെന്ന്. അപ്പം ഈ പഴമയോടുള്ള ഇഷ്ടങ്ങൾ കൂടിയിട്ടാണെന്നറിയില്ല, കഴിഞ്ഞ ആഴ്ച സ്വന്തം ഭാര്യനെ ഉപേക്ഷിച്ച് നാട്ടിലെ 90 വയസ്സുള്ള ഒരു പഴയ അമ്മൂമ്മയോടൊപ്പം അവനെ ഒളിച്ചോടി. ഇനി അവസാനമായിട്ട് എനിക്കൊരു കൂട്ടാനുള്ളത് സതീശൻ. അവൻ്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. കാരണം എന്ന് വെച്ചാൽ ഇവന് ഈ ജോലിയോട് ഭയങ്കര ആത്മാർത്ഥമാണ്. ഇവന് ATM കൗണ്ടറിലെ സെക്യൂരിറ്റിയാണ്. സംഭവം എന്ന് വെച്ചാൽ ഇവൻ്റെ കല്യാണം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു, പക്ഷെ ഇന്നലെ ഡൈവേഴ്സായി. സംഭവം വെച്ചാൽ ഇവന് ജോലിയുടെ ആത്മാർത്ഥൻ്റെ ഹാങ് ഓവറാണെന്നറിയില്ല. ഇവന് രാത്രി ആയി കഴിഞ്ഞാൽ പെണ്ണുമ്പുളനെ മുറിക്കാത്തിട്ട് പൂട്ടിയിട്ട് പുറത്ത് കസലിട്ട് ഒറ്റിരിപ്പാണ് സെക്യൂരിറ്റി. ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞു. ഇപ്പോൾ എല്ലാം ചോദിക്കണ്ട ഇപ്പോൾ എനിക്കെന്താണ് എൻ്റെ കുഴപ്പമെന്ന്. എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഇതുപോലെ വല്ലവരുടെയും കുറ്റവും കുറവൊക്കെ കണ്ടുപിടിച്ച് ഇതുപോലെ നിങ്ങളുടെ മുമ്പിലേക്ക് വിളമ്പുക. പക്ഷെ നിങ്ങളാരും അത് അനുകരിക്കട്ടെ, കാരണം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. പണപ്പല്ലിളകാനും ചെവിയുടെ കേൾവിയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡോണ്ട് ഫോളോ മീ ആൻഡ് താങ്ക് യു. നമ്പർ 18 ഹോട്ടൽ എനിബഡി ക്യാൻ സ്റ്റാൻഡ് അപ്പ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്പർ 18 ഹോട്ടൽ, ഫോർട്ട് കൊച്ചി, കേരള. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.